കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു വന്ന സബ്ജക്റ്റ് തന്നെയാണ് ഞാൻ തുടരുന്നത്. കൃപാവരങ്ങളെ കുറിച്ചാണ്, ഗിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയിരുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. അതിനൊരു മുഖവര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃപാവരങ്ങൾ എന്തിനാണ്? പൊതുപ്രയോജനത്തിനാണെന്ന് പറഞ്ഞു. ഏതുവരെയാണെന്ന് പറഞ്ഞു. നമ്മുടെ മരണം വരെ ദൈവം പകരുന്ന കൃപാവരങ്ങൾ നാം അതിനെ സൂക്ഷിക്കുന്നിടത്തോളം കാലം നഷ്ടപ്പെട്ടു പോവുകയില്ല. എന്നാൽ താൽക്കാലിക വരങ്ങളും അതിനകത്തുണ്ട്. ആ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോരാ. താൽക്കാലിക വരങ്ങൾ എന്ന് പറയുമ്പോൾ ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില ശുശ്രൂഷകൾ ചിലരിലൂടെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരുടെ ജീവിതത്തിൽ അത് പ്രകാശിതമായി തീർന്നില്ല. അതിന് മറ്റൊരു ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഉദാഹരണം തന്നെ നമുക്കറിയാം. ബിലയാമിനോട് സംസാരിക്കാൻ ഒരിക്കൽ കഴുതയെ ഉപയോഗിച്ചു, പിന്നീട് ആ കഴുതയെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. അങ്ങനെയുള്ള ചില പ്രവൃത്തികൾ ചിലരോട് സംസാരിക്കുവാൻ, ചിലരോട് ഇടപെടുവാൻ, ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, ചില ഗിഫ്റ്റ് പ്രകാശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഗിഫ്റ്റുകൾ മാറിപ്പോകാതെ നിലനിൽക്കുന്നതായ ശുശ്രൂഷകളും ഉണ്ട്. അപ്പൊ അത് പരിപാവനമായും പവിത്രമായും ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ പ്രയോജനപ്പെടുത്തും. പിന്നെ അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്തു ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം പ്രതിബിംബിച്ചു നിൽക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഗിഫ്റ്റുകളുടെ ഓപ്പറേറ്റിംഗ് സംബന്ധമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ സന്ദർഭങ്ങളിലും ഓരോ ആശയമുള്ളതുപോലെ ദൈവത്തിനും നമ്മളെക്കുറിച്ച് ഒരു ആശയമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട കാര്യം, ദൈവമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ആശയവും ഹിതവും എന്താണ്? 2 പത്രോസിലെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് അധികമായി ശ്രമിക്കണം. അതിനകത്ത് ഒരു ശ്രമം വേണം. എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? എന്റെ വിളിയും തെരഞ്ഞെടുപ്പ് എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അത് ഉറപ്പാക്കണം. നമ്മൾ ഉറപ്പാക്കണം. രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് ശരിയാണ്. പക്ഷെ ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ സഹജീവിയായ നമ്മുടെ സമശിഷ്ടമായ സഹോദരങ്ങളോടുള്ള നമ്മുടെ കടമയും കടപ്പാടുകളും എന്തൊക്കെയാണ് എന്നത് വസ്തുതയെക്കുറിച്ച് നമ്മൾ നല്ല ബോധമുള്ളവരായി തീരണം. ഈ ഭൂമിയിൽ വെച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരായ നമ്മളെല്ലാം മൺമറഞ്ഞു പോയേ പറ്റുകയുള്ളൂ. ക്ഷണികമാണ് നമ്മുടെ ജീവിതം. പക്ഷെ ആ ജീവിക്കുന്ന ആയുഷ്കാലത്ത് നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങൾ അറിവില്ലാതെ പോയി നമ്മളത് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ പോകരുത്. അതാണ് പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വരങ്ങൾ അറിയാതെ പോയി ലജ്ജയ്ക്ക് സംഗതിക്കാരായി തീരരുത്. നമ്മൾ ലജ്ജിക്കുവാൻ സംഗതി വരരുത്. ഒരു ദിവസം നമ്മൾ എല്ലാവരും ദൈവസന്നിധിയിൽ പോയി നിൽക്കും, അയ്യോ, ഈ വരം എനിക്ക് ഉണ്ടായിരുന്നല്ലോ, ഞാനിത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഒരു ലജ്ജ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനായിട്ട് വേണ്ടുന്നത് പോലെ നമ്മൾ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങളെ കണ്ടുണർന്ന് നാം പ്രകാശിക്കപ്പെടണം. ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടിയത് ഇന്നതെന്ന് നാം പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അറിയാവുന്ന സ്വർഗത്തിലെ പിതാവാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടിയത് ഒന്നും ദൈവം കുറയ്ക്കുകയില്ല. നമുക്ക് വേണ്ടിയതെല്ലാം അതാത് സമയം കൃത്യമായിട്ട് ദൈവം തരും. അപ്പോൾ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വരങ്ങൾ എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത്, എന്താണ് ആ വരങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയും ഉദ്ദേശം എന്നുള്ള വസ്തുതകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 4-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എഫേസ്യർക്ക് ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യമാണ് വായിച്ചത്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ വീര്യപ്രവൃത്തികളിൽ എല്ലാ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗങ്ങൾ ഇങ്ങനെ പോരുകയാണ്. അപ്പൊ എങ്ങനെയാണ് വരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്ന കൂട്ടത് നമ്മുടെ സാധാരണ ധരിച്ചിരിക്കുന്നത്, നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ 9 വരങ്ങളാണ് ഉള്ളത്. എന്നാൽ ഞാൻ അതിന്റെ കാരണം പറഞ്ഞു. ബൈബിളിനകത്ത് അപ്പോസ്തലന്മാര് ഒരു സ്ഥലത്ത് 9 വരങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്ന കാരണം കൊണ്ട് നിരവധി വരങ്ങളുണ്ട്. അപ്പൊ 9 എന്ന ഒരു വരങ്ങളിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകണ്ട. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ അതിനെ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? ആര് പറഞ്ഞു എന്നുള്ളതിനേക്കാളും പ്രാധാന്യത ദൈവവചനം അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നാം ദിനം പ്രതി പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ആര് പ്രസംഗിച്ചിരുന്നാലും നമ്മൾ അവരെ ഡിഫെൻഡ് ചെയ്യുന്നതല്ല, അവരെ കൊച്ചാക്കുന്നതല്ല, അവരെ വില കുറച്ച് കാണുന്നതല്ല. എന്നാൽ നമുക്ക് ഒരു അന്വേഷണം നമുക്ക് ആ വചനത്തിനകത്ത് ഉണ്ടായിരിക്കണം. ആ ഭാഗങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്താണ് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഫിലിപ്പിയർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു, കഷ്ടം അനുഭവിക്കാൻ നമുക്ക് വരാം. അപ്പൊ കഷ്ടപ്പെടുത്തുന്നത് അവനാണോ ദൈവം എന്നൊരു ചോദ്യത്തിന് ഞാൻ മറുപടി നൽകും. ദൈവം കഷ്ടപ്പെടുത്തുകയല്ല. ആ കഷ്ടങ്ങൾ മറ്റുള്ളവരുടെ വേദനകൾ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള കഷ്ടങ്ങളാണ്. കാരണം നമുക്ക് വരുന്ന വേദനകൾ അത്
രണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആ ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചു വരുമ്പോൾ അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 4-ാമത്തെ വാക്യം മുതൽ വായിച്ചു കേൾപ്പിക്കാം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു ഘട്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ശ്രദ്ധിച്ചായിരുന്നോ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടത്. ആ പദം എന്ത് മനോഹരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്, കണ്ടോ? നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യമാണ്. അപ്പോ എന്റെ ഈ കഷ്ടങ്ങൾ ദൈവം ആശ്വസിപ്പിക്കുമ്പോൾ ഇതേ കഷ്ടങ്ങളിൽ ഇരിക്കുന്നവരെയും ഞാൻ ആശ്വസിപ്പിക്കുവാൻ കാരണമായി തീർന്നു. കാരണം എനിക്ക് ഈ കഷ്ടങ്ങൾ ആശ്വാസ കാരണമായി തീർന്നു. അപ്പോ പൗലോസ് ആ ഭാഗം വിവരിക്കുമ്പോൾ പറയുന്നു, അങ്ങനെ ദൈവ ആശ്വാസം എന്റെ കഷ്ടങ്ങളിൽ കൂടുന്നുവെങ്കിൽ ഞാൻ കഷ്ടങ്ങളിൽ ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. കാരണം കഷ്ടങ്ങളിൽ ഇരിക്കുമ്പോൾ ദൈവ ആശ്വാസം എനിക്ക് കൂടുകയാണല്ലോ. അപ്പൊ കഷ്ടങ്ങളിൽ അതുകൊണ്ട് ഞാൻ പ്രശംസിക്കുന്നു എന്ന് അവിടെ പൗലോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഷ്ടങ്ങൾ ഒരിക്കലും നമ്മളെ തകർത്തു കളയുവാനല്ല, നമ്മളെ തകർക്കാനോ നമ്മളെ മുടിക്കുവാനോ അല്ല ഈ വേദന. ചില വേദനകളെല്ലാം ദൈവനാമ മഹത്വത്തിനാണ്. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ യേശുവും ശിഷ്യന്മാരും നടന്നു പോകുന്ന യാത്രയിൽ ഒരു കുരുടനായ മനുഷ്യൻ ഇരിക്കുന്നത് കണ്ടു. അവൻ യാചകനാണ്. അവൻ വഴിയരിത്തിരിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇവൻ കുരുടനായി പറക്കത്തക്കവണ്ണം ആരാണ് കാരണക്കാരൻ? ഇവന്റെ അമ്മയപ്പന്മാരാണോ? ഇവൻ ഏതെങ്കിലും പാപം ചെയ്തിട്ടാണോ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ രോഗം, ഈ പ്രയാസം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവർക്ക് ജിജ്ഞാസയ പഠിക്കാൻ. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ട, അറിയണം കർത്താവ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു. അപ്പൊ ചോദിച്ചപ്പോ കർത്താവിന് പറഞ്ഞ മറുപടി, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവനാമം ഇവനിലൂടെ മഹത്വപ്പെടാം. അപ്പൊ ചില ഘട്ടങ്ങൾ എന്തിനാണ്? നമ്മളിൽ വരുന്ന ഘട്ടം, നമ്മളിൽ വരുന്ന പ്രയാസങ്ങൾ, നമ്മളിലൂടെ നമ്മൾ തകർന്നു പോകും, നമ്മൾ മുടിഞ്ഞു പോകും. നമ്മുടെ ഘട്ടങ്ങൾ കാണുമ്പോൾ ചിലർ പറയും, ഇതുപോലെ അവൻ തീർന്നു, അവള് തീർന്നു, അവരുടെ ജീവിതം അവസാനിച്ചു. ഇല്ല, അതൊരു തുടക്കമാണ്. എത്ര പേര് പറയും, ഈ ഘട്ടങ്ങളിൽ ഞാൻ തകർന്നു പോകുകയില്ല, എന്നെ കളയുവാൻ ദൈവം എന്നെ ഏൽപ്പിക്കത്തില്ല, ഈ ഘട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ചിലരുടെ സാക്ഷ്യത്തിന് കാരണമായി തീരും എന്നതാണ് ഘട്ടങ്ങൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന എല്ലാ ഘട്ടങ്ങളും, ചില ശാരീരിക രോഗങ്ങളുണ്ട്, അതിന് കാരണവും ഞാൻ പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണ്? വീണ്ടെടുപ്പ് നമ്മുടെ ശരീരത്തിൽ നടക്കായിക കൊണ്ടുവരുന്ന രോഗങ്ങളുണ്ട്. അതോടൊപ്പം നമ്മൾ പഠിച്ച മറ്റൊന്നാണ് അതിന്റെ 28-ാം വാക്യത്തിൽ. ഏതിന്റെ 28-ാം? 1 കൊരിന്ത്യർ ലേഖനത്തിൽ അതിന്റെ 12-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, എന്ത് സഹായം ചെയ്യാനുള്ള വരം നമ്മൾ വായിച്ചു. സഹായം ചെയ്യാനുള്ള വരത്തെ കുറിച്ച് നമ്മൾ വായിച്ചു. അപ്പോൾ സഹായം ചെയ്യുക എന്നത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ തുടർന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ 2-ാമത്തെ ഭാഗമാണ് ആ കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം. ഈ സഹായം ചെയ്യാനുള്ള വരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അടുത്തത് അതിനോടുകൂടെ ചേർന്ന് പഠിക്കുകയാണ് പരിപാലന വരം. കണ്ടായിരുന്നോ? പരിപാലിക്കുവാൻ ദൈവം ഓരോ മനുഷ്യനും വരം നൽകിയിട്ടുണ്ട്. ഇതെന്താണ് പരിപാലനം? അപ്പൊ പരിപാലിക്കാൻ നമുക്ക് അറിയത്തില്ലയോ? ജന്മസിദ്ധമായി പരിപാലനം ലഭിച്ചവരുണ്ട്. എന്നാൽ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളെ വേണ്ടുന്നത് പോലെ ഹാൻഡിൽ ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്, പരിപാലിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത നിരവധി പേർ, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഒരു ഫാമിലിയെ പരിപാലിക്കേണ്ടത്, ഒരു സൊസൈറ്റി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ സൊസൈറ്റിയിൽ എങ്ങനെയാണ് അവർ പരിപാലിക്കേണ്ടത്, അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനങ്ങളെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള പരിപാലനം വേണ്ടുന്നത് പോലെ അറിയാത്ത മനുഷ്യനിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ടോട്ടലി അയാൾ ആളുമാറിയവനെ പോലെ ആകുകയാണ്. നേരത്തെയുള്ള മനുഷ്യനെ പോലെ അല്ല, ആളുമാറിയവനെ പോലെ ആകുകയാണ്. നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കീശിന്റെ മകനായ ശൗലിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. കീശിന്റെ മകനായ ശൗൽ, ധനാഢ്യനായ ഒരുവന്റെ മകനാണ് ഈ ശൗൽ, ധനാഢ്യന്റെ മകനാണ്. അപ്പോ ശൗലിനെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. എന്നാൽ ഈ ശൗലിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ശൗലിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ, ശൗലിന്റെ സ്വഭാവം എല്ലാം പഠിക്കുമ്പോൾ അറിയാം, ശൗൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയണ്ട, ഏബിളായ മനുഷ്യനല്ല. പൊക്കമുണ്ട്, പിന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കൊള്ളാം, നല്ല മനുഷ്യനാണ്, പക്ഷെ ഭയമുള്ള ആളാണ്.
പൊതുവേദിയിൽ നിൽക്കാനോ ഒരു രാജ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തെ പരിപാലിക്കാനോ വേണ്ടുന്നത് പോലെ പ്രാപ്തി തനിക്ക് തന്നെ ഇല്ല എന്ന് തനിക്ക് തന്നെ ബോധ്യം വന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നു. പലർക്കും തനിക്ക് വേണ്ടുന്നത് പോലെ പ്രാപ്തി ഇല്ലാതിരിക്കെ പ്രാപ്തി ഉണ്ടെന്ന് തോന്നുന്ന ആളുകളുണ്ട്. പക്ഷേ എന്നാൽ ഈ മനുഷ്യന് തനിക്ക് ഒരു പ്രാപ്തിയും ഇല്ല. കാരണം താൻ തന്നെ നന്നായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ ശൗല് തന്നെ പറഞ്ഞത് ഒരു പ്രാപ്തിയില്ലാത്ത മനുഷ്യൻ എന്നാണ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞത്. എന്നാൽ ശമൂവേലിനെ കണ്ടിട്ട് തിരിച്ചു മടങ്ങാൻ സമയത്ത് നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ശൗലിന് പുതിയൊരു ഹൃദയം കിട്ടിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. പുതിയൊരു ഹൃദയം. എന്ത് മനോഹരമായ വേർഡ് കണ്ടായിരുന്നു നിങ്ങൾ? ഒരു പുതിയ ഹൃദയം കൊടുത്തു, ഒരു പുതിയ ഹൃദയം കിട്ടി. കാരണം അവൻ ആള് മാറിയവനെ പോലെ. പിന്നെ അടുത്ത് എഴുതിയിരിക്കുന്നു, അദ്ദേഹം ആള് മാറിയവനെ പോലെയായി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ അൺഎബിൾ ആയിരിക്കുന്ന ഒരാളുടെ മേൽ വരുമ്പോൾ അയാൾ ആള് മാറിയവനെ പോലെ ആയി പോകും. ഒരു പ്രാപ്തി ഇല്ലാത്തതിന്റെ മേൽ വരുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. എങ്ങനെയാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ഒരു പരിവർത്തനം ഉണ്ടായത്? ആള് മാറിയവനെ ടോട്ടലി ഡിഫറെന്റ് ആവും. എനിക്കറിയാം ചിലരുടെ മേലെല്ലാം പാടാൻ അറിഞ്ഞുകൂടാത്ത ആളുകളുണ്ട്. പല നിലകളിൽ ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത, അവരുടെ സ്വാഭാവിക ജീവിതത്തിൽ പ്രാപ്തിയില്ലാത്ത ആളുകൾ. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ടോട്ടലി അവർ ചേഞ്ച് ആവുകയാണ്, ടോട്ടലി ഡിഫറെന്റ് ആകുകയാണ്. അപ്പോൾ ആള് മാറിയവനെ പോലെ ആയിത്തീരും. അതുകൂട്ടാണ് ഈ പരിപാലന വരം. ഇപ്പോ ഒരു സൺഡേ സ്കൂൾ ആയിരുന്നാലും ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നന്നായി തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിയാകാം, 2 കുട്ടിയാകാം, 3 കുട്ടിയാകാം, ഉത്തരവാദിത്വം എന്ന നിലകളിൽ. കാരണം നമുക്കറിയാം ഈ സൺഡേ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ സഭയ്ക്കകത്ത് ഒരു പ്രതിഫലം ഇല്ലാത്ത ശുശ്രൂഷയാണ്. ദൈവസന്നിധിയിൽ പ്രതിഫലമുള്ളതും നമ്മുടെ സഭയ്ക്കകത്ത് അവർക്ക് ഒരു പ്രതിഫലം കിട്ടുന്നില്ല. പ്രതിഫലം കിട്ടാത്തൊരു ശുശ്രൂഷയാണ്. പക്ഷേ ചിലരെല്ലാം അതിന്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാറുണ്ട്. എന്ത് നന്നായിട്ട് പരിപാലിക്കും. ചിലരുടെ ഫാമിലി ലൈഫ് കണ്ടോ, അവർ നന്നായിട്ട് പരിപാലിക്കാൻ അറിയാം. ആ കുടുംബത്തെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. അത് ദൈവകൃപ വരുമ്പോൾ ടോട്ടലി കണ്ടോ, എത്ര മൂർഖനായ മനുഷ്യനും കീഴടങ്ങി പോകും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ മൂർഖന്മാർക്ക് കൂടെ കീഴടങ്ങിയിരിക്കണം. പത്രോസ് ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാര് നമ്മൾ പറയുന്ന സുവിശേഷം കേട്ടല്ല രക്ഷിക്കപ്പെടേണ്ടത്, സഹോദരിമാരുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ്. കണ്ടോ എന്തു മനോഹരമായിട്ടാണ്. അപ്പോൾ ഒരു ബോഡി ലാംഗ്വേജിൽ ഈ പരിപാലനം ഉണ്ടാകുന്നു. നമ്മുടെ സംഭാഷണത്തിന് മാത്രമല്ല, നമ്മുടെ സ്ട്രക്ചറിൽ, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ഭാഷണത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, ഇതെല്ലാം ഒരു പരിപാലനം അവിടെ വെളിപ്പെടുകയാണ്. എന്തു മനോഹരമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ വിവാഹ ശുശ്രൂഷകൾ നടത്താൻ പോകുമ്പോൾ വിവാഹവേദികളിൽ പറയാറുള്ള ഒരു ഉദാഹരണം ഇങ്ങനെയുണ്ട്. അത് ഒരു വീട്ടിലെ ഒരു അനുഭവമാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ദേവദാസൻ ഒരു വീട്ടിൽ പോവുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനും ആ വീട്ടിലെ സഹോദരി, ആ വീട്ടിലെ അമ്മാമ്മ കോഫി കൊണ്ടുവന്നു, അച്ചായനും കൂടെ കൊണ്ടുവന്നു. ആ വീട്ടിലെ ആ സഹോദരിയുടെ ഹസ്ബൻഡിനും കൂടെ ഒരു ട്രെയിൽ 2 കപ്പിനകത്ത് കോഫി കൊണ്ടുവന്ന് നേരെ പാസ്റ്റർക്ക് കൊടുത്തു. പാസ്റ്റർ അത് മേടിച്ചു. പാസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. പാസ്റ്റർ ആ കോഫി മേടിച്ചു, പിന്നെ ആ ഭർത്താവിന് നീട്ടി. ഭർത്താവ് ഈ കോഫി വാങ്ങുന്നതിൻ്റെ ഇടയിൽ എവിടെയോ സ്ലിപ്പായി. ഭാര്യ ട്രേ നീട്ടി വാങ്ങുമ്പോൾ എവിടെയോ സ്ലിപ്പായി. ഈ കപ്പ് നിലത്ത് വീണു ഉടഞ്ഞുപോയി. ഓക്കെ, ഈ ഒരു കപ്പ് വീണ് ഉടഞ്ഞത് മതി നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാം. എന്താടി, നിനക്ക് നോക്കി തന്നൂടായിരുന്നോ? നിനക്ക് എന്താ കണ്ണു കാണത്തില്ലയോ? പിന്നെ നമ്മൾ ഈ ആത്മീയ ഭാഷയെല്ലാം മാറും. അറിയാമല്ലോ, നമുക്ക് ഇവിടെ വരുമ്പോൾ അന്യഭാഷയും സ്തോത്രവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ സാഹചര്യം വരുമ്പോൾ ടോട്ടലി മനുഷ്യൻ ചേഞ്ച് ആയി പോകും. എന്നാൽ ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞത്, സോറി, ഞാൻ നന്നായി പിടിക്കാഞ്ഞിട്ടല്ലേ അത് വീണത്. കണ്ടോ, അവിടെ പ്രശ്നം തീർന്നു. ഈ ഒരു കോഫി കപ്പ് കൊടുത്തപ്പം, മഗ് കൊടുത്തപ്പം ഈ ഭർത്താവ് പറയുക, ഞാൻ നന്നായിട്ട് പിടിക്കാത്തോണ്ടല്ലേ അത് വീണത്. ഉടനെ ഭാര്യ പറഞ്ഞു, ഇല്ല അച്ഛാ, അങ്ങനല്ല, ഞാൻ കുറച്ചുകൂടെ അച്ഛൻ എടുക്കുന്നത് വരെ ഈ ട്രേ പിടിച്ചിട്ട് ഇരുന്നിരുന്നെങ്കിൽ അത് വീഴത്തില്ലായിരുന്നല്ലോ. എന്തു മനോഹരമായിട്ടാ വിഷയം ഹാൻഡിൽ ചെയ്തു. തീർന്നില്ലേ? കണ്ടോ, ഒരു ഫാമിലിയുടെ പ്രശ്നം തീർന്നു. എന്നാൽ ഇത് കുടുംബ കോടതി വരെ പോവാം. വേണമെങ്കിൽ ഈ ഒരു വിഷയം മാത്രം മതി, കുടുംബ കോടതി വരെ പോവാം. ഇതിനെ നമുക്ക് സംസാരിച്ച് അതിനെ നശിപ്പിക്കാം. കണ്ടോ, അപ്പോൾ വളരെ അത്യാവശ്യമാണ്. എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് എനിക്ക് ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഏറെ ആദരവോടെ പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട്, അതുപോലെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അല്ലാത്ത ഭവനത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പരിപാലന വരം, നമ്മൾ എന്തെല്ലാം വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭൂതങ്ങളെല്ലാം ഒഴിപ്പിക്കാം, നമുക്ക് അതോടെ ഇരിക്കട്ടെ. ആദ്യം നമ്മുടെ കുടുംബത്തിലുള്ള ഭൂതങ്ങളെ നമുക്ക് ശാന്തമാക്കാം.
കണ്ടോ, നമ്മുടെ കുടുംബത്തെ ആദ്യം ക്രമീകരിക്കണ്ടേ. നമ്മൾ നാട്ടിൽ കിടക്കുന്ന ഭൂതങ്ങളെയൊക്കെ പുറത്തേക്ക്, ഞാനതൊക്കെ പറഞ്ഞു വരാം, വരങ്ങളൊക്കെ പറയുന്ന കൂട്ടത്ത് നമുക്കതെല്ലാം പറഞ്ഞു വരാം. നമ്മുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ചെയ്തു വന്നാൽ ആ ദൈവകൃപ എന്തോരായിരിക്കും എന്നറിയോ. ദൈവകൃപ വെറുതെ കൈയടിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതല്ല. ഓ, എന്ത് സന്തോഷമായിരിക്കും ആ ഭവനം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇത് കേൾക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, ഞാനൊരു എന്താ പറയേണ്ടത്, കാഠിന്യമായി പലപ്പോഴും ഇടപെട്ടു പോകാറുണ്ട്. ശരിയാ കർത്താവേ, എനിക്ക് വേണ്ടുന്ന പോലെ പരിപാലിക്കാൻ അറിയത്തില്ല, എൻ്റെ ഫാമിലി ലൈഫിനെ പരിപാലിക്കാൻ അറിയത്തില്ല, എനിക്ക് ആ പരിപാലനം ഒന്ന് തരണമേ. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് നോട്ട് ബുക്കിൽ പേന കൊണ്ട് എഴുതി നിങ്ങൾ ഒരു 200 പേജിന്റെ നോട്ട് ബുക്ക് എഴുതി തീർക്കാനല്ല ഞാൻ ഈ സബ്ജക്റ്റ് പറയുന്നത്, ഒരിക്കലും അല്ല. അങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയ ഒരു ഭാഗവും എടുത്തല്ല ഞാൻ വരുന്നത്. എനിക്കിതിനകത്ത് വലിയൊരു ആത്മാർത്ഥതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ ഒരു കൃപ ഞാൻ പ്രാർത്ഥിക്കുക, ഈ ഒരു കൃപ കർത്താവെ എല്ലാ ഫാമിലിയുടെ മേൽ, എൻ്റെ ഈ സൂമിൽ കാണുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഈ ഫാമിലിയുടെ മേലെല്ലാം, അവരിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാകണം, നമ്മളിലൂടെ ചലിക്കണം. കണ്ടോ, ഈ കൃപയുണ്ടെങ്കിൽ, എന്താ, ഒരു സഭയ്ക്കകത്ത് ഈ കൃപയുണ്ടെങ്കിൽ, ഈ സഭയ്ക്കകത്ത് ഒരു സമാധാന പുരുഷനുണ്ടെങ്കിൽ എല്ലാവരുടെ മേലും ആ സമാധാനം വരും. ഒരു മനുഷ്യൻ ഈ കൃപ കെട്ടിക്കഴിഞ്ഞാൽ ടോട്ടലി ആ സഭയുടെ നിലവാരം മാറും. പാസ്റ്റർമാർക്ക് ചിലപ്പോൾ അന്തരീക്ഷം മനസ്സിലാക്കാനുള്ള വിവേചനം ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു ഗിഫ്റ്റാണ്, ഞാനത് എടുത്തു വരുമ്പോൾ ഞാൻ പറയാം. വിവേചനം മനസ്സിലാക്കാനുണ്ട്. ചിലരൊക്കെ ഈ എന്താ പറയണ്ടേ, ഒരു ക്രമീകരണം ഇല്ലാതെ സഭയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ വേണ്ടുന്നത് പോലെ ആലോചന പോലും നമുക്ക് പറയാൻ ഒക്കാത്ത നിലയിൽ ബ്ലോക്കായി പോകും. തിരിച്ചു വരുന്നത് പോലെ നമുക്ക് തോന്നും. കണ്ടോ, ഒരു സഭയ്ക്കകത്ത്. അപ്പോ ഒരു മനുഷ്യൻ ഈ കൃപകളാൽ നിറഞ്ഞവനായി തീർന്നാൽ, ഒന്ന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനകത്ത് ആത്മീക നിറവ് വ്യാപരിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ, അലതല്ലൽ സംഭവിക്കാൻ തുടങ്ങും. അവിടെ കൊണ്ട് തീരുന്നില്ല. അദ്ദേഹം എവിടെല്ലാം പോകുന്നോ അവിടെ എല്ലാം ഈ ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങും. അവർ ഫാമിലിയായിട്ട് ചലിക്കുമ്പോൾ ആ കുടുംബം ഒരു മാതൃകയായി തോന്നും. അല്ലേ? നമ്മുടെ ഫാമിലിയെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ഈ സെമിനാർസിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഫാമിലിയെ നോക്കി, നമ്മുടെ മക്കളെ നോക്കി ഒരു മനുഷ്യൻ പോലും പറയുവാൻ പാടില്ല, അതുകൊണ്ടോ ആ കുഞ്ഞിനെ പോലെ ആകരുതെന്ന് ഒരു ബാഡ് എക്സാമ്പിൾ ആയിട്ട് ഒരു ഫാമിലിയെ കാണിക്കാൻ പാടില്ല, ഒരു കുഞ്ഞിനെ കാണിക്കാൻ പാടില്ല. കണ്ടോ, അവളെ കണ്ടോ, അതുപോലെ ആകരുതെന്ന് പറയാൻ പാടില്ല. നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം അതുപോലെ ആകണം, ആ ഫാമിലിയെ പോലെ ആകണം. കണ്ടോ, അവര് നടക്കുന്നത് കണ്ടോ, അവിടെ സ്നേഹം കണ്ടോ. ഈ സ്നേഹമെല്ലാം എന്ന് പറഞ്ഞാൽ ആ സ്നേഹം എന്താണ്? ആ സ്നേഹത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആ നില എന്താണ്? ബലഹീനരായിരിക്കുന്ന, പാപികളായിരിക്കുന്ന, ഒരു ഗുണവും ഒരു നന്മയും പറയാനില്ല, നമുക്കൊന്നുമില്ല. നമ്മൾ എത്ര തന്നെ പ്രാർത്ഥിച്ചിരുന്നാലും നന്നാക്കാൻ പറ്റാത്ത ഒരു ജഡവാ നമ്മുടേത്. നന്നാക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചിരുന്നാലും നന്നാക്കാൻ പറ്റാത്ത ഒരു ശരീരം, ഒരിക്കലും നേരെയാവാൻ പറ്റാത്ത ഒരു മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഈ നേരെയാകാൻ പറ്റാത്ത, നന്നാകാൻ പാകമല്ലാത്ത ഒരു ശരീരത്തിന്റെ ഉടമയായ നമ്മുടെ യാതൊരു ബലഹീനതകളോ ഓർക്കാതെ ആ കർത്താവ് നമ്മളെ സ്നേഹിച്ച്, ഓ എന്തു വലുതാ ആ സ്നേഹം. ഈ സ്നേഹമാണ് ഒരു ഭർത്താവ് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കേണ്ടത്. കാരണം ഒരിക്കലും ഒരാൾ നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് എന്ന് കണ്ട് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോകും. ഇയാൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. അവിടെയാണ് ദൈവസ്നേഹം ഏറ്റവും കൂടുതൽ പ്രതിബിംബിച്ചു നിൽക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ പരിപാലനം വരെ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ അതെനിക്ക് ഒറ്റ വാക്കി പറഞ്ഞു തീർത്തുകൊണ്ട് എന്റെ സബ്ജക്റ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഇതിലോട്ട് പോകാം. പക്ഷെ അതല്ല, നമ്മൾ ഒന്നേ മനസ്സിലാക്കിയുള്ളെങ്കിൽ സാരമില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. വിശേഷാൽ പ്രവചനം വരും. മറ്റുള്ള വരങ്ങൾക്ക് വേണ്ടി നമ്മൾ വാഞ്ചിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ ഈ വരം എൻ്റെ മേൽ പകരണമേ. ഞാൻ പറയാം, ഒരു ഫാമിലിയിൽ ഈ വരം കിട്ടിയാൽ ഒരു ഫാമിലിയുടെ 90% പ്രോബ്ലം സോൾവ് ആയി. ഒരു പിശാചിന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോർ നമ്മൾ ക്ലോസ് ചെയ്യണം. നമ്മൾ ഡോർ ക്ലോസ് ചെയ്യുന്നു. അവന് നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ചിന്തയ്ക്കകത്ത്, നമ്മുടെ മനസ്സിനകത്ത് അവന് പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അപ്പൊ നമുക്ക് കൂടിയേ തീരുള്ളൂ ഈ വരം.
കൂടിയേ തീരുള്ളൂ. നമുക്ക് അവിടെ അടുത്ത വരത്ത് ഗിഫ്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ പരിപാലന വരങ്ങളുടെ വിവിധ ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം. കാരണം അത്രയും വളരെ താല്പര്യമുള്ളത് കൊണ്ടാണ് വീണ്ടും നമുക്കിത് കേൾക്കാനുള്ള ഒരു അവസരവും ദൈവം തന്നിരിക്കുന്നത് എന്നറിയാം. ഇത് നമ്മൾ പൊതുവിൽ തമ്മിൽ പ്രയോജനപ്പെടുത്തണം. ദൈവം ഓരോരുത്തന്റെ ദൈവത്തിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണമാണ് നൽകിയിരിക്കുന്നത്. എഫേസ്യരുടെ ലേഖനത്തിൽ നമുക്കൊന്ന് എഫേസ്യ ലേഖനം എടുക്കാം. അതിന്റെ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മളുടെ ഓരോരുത്തന് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തനും ചിലത് ലഭിച്ച വരവുണ്ട്, ചിലത് പ്രാർത്ഥിക്കുകയും പ്രാപിക്കേണ്ടുന്നതുമുണ്ട്. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് ആവർത്തിക്കാം. നമുക്ക് ചിലത് ലഭിച്ചിട്ടുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മളിൽ ഇത് ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ നമ്മളിൽ ഇത് ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചിലത് ഓപ്പറേറ്റ് ചെയ്യാതെ കിടക്കുന്ന വരങ്ങളുണ്ട്, ചിലത് ഓപ്പറേറ്റ് ചെയ്യാതെ, ചിലത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വരങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു പരിപാലന വരത്തെ കുറിച്ച് അറിഞ്ഞു. ഒരു പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലും വിശദമായിട്ട് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. ഒരു സഭയെ പരിപാലിക്കുക ചുമ്മാ വേറെ കാര്യമൊന്നുമല്ല. ഒരു സഭയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് തിങ്. വിതൗട്ട് ഗ്രേസ്, നമുക്ക് കൃപ കൂടാതെ വി കനോട്ട്. ഉണ്ടോ, നമുക്ക് ക്രിസ്തുവിനെ പിരിഞ്ഞ കാര്യം ചെയ്യാൻ ഒക്കത്തില്ല. മുന്തിരി വള്ളിക്ക് കായ്ക്കണമെങ്കിൽ കൊമ്പുകളിൽ പറ്റി വസിച്ചിട്ടേ സാധിക്കുകയുള്ളത് പോലെ കൃപ കൂടാതെ, കാരണം ഇത് ദൈവിക ശുശ്രൂഷയാണ്. അതിന്റെ ഘനത്വം ഞാൻ പറഞ്ഞു വരാം. ഇതെല്ലാം ദൈവം ഏൽപ്പിച്ചതാണ്. നമ്മുടെ പ്രാപ്തിയോ പഠന മികവോ ജ്ഞാനമോ വിദ്യാഭ്യാസമോ നമ്മുടെ പരിചയ സമ്പന്നതയോ എത്ര വർഷത്തെ പരിചയം ഉണ്ടെന്നൊന്നും ഇതിനൊന്നും കാര്യമേ അല്ല. ചിലർക്ക് പറയാനുണ്ട് 40 വർഷം 25 വർഷം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. എത്ര വർഷമായിരുന്നാലും, ഒരു വർഷമായിരുന്നാലും ഈ വരം ഉണ്ടെങ്കിലേ നമുക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര സഭയിലിരുന്നു എന്നുള്ളതല്ല, എങ്ങനെ നമ്മളത് ചെയ്തു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. എങ്ങനെ നമ്മളത് കൈകാര്യം ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ശുശ്രൂഷന്മാരെ ദൈവദാസന്മാരുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് നമ്മൾ എല്ലാവരും, ഞാൻ സഭയിലെ ശുശ്രൂഷകനാണ്. 25 years ആയിട്ട് ഞാൻ ചർച്ച് മിനിസ്ട്രി അതിലുണ്ട്, ബാക്കി എല്ലാ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ ഇന്നും പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. സത്യമായിട്ട് ഞാൻ ഈ ഒരു വേദിക്ക് വേണ്ടി പറയുന്നതല്ല. ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കയറുമ്പോൾ ഭയത്തോടെയാണ് നിൽക്കുന്നത്. കാരണം അടുത്ത വാക്ക് എൻ്റെ നാവിൻ്റെ മേൽ തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നാലേ അത് നമുക്ക് പ്രയോജനമായി തീരുകയുള്ളൂ. ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്നോ അറിവിൽ നിന്നോ പഠനത്തിൽ നിന്നോ ബൈബിൾ കോളേജിന്റെ ഏതെങ്കിലും നിലകളിലുള്ള അന്വേഷണത്തിൽ നിന്നോ സംസാരിക്കുന്നാൽ നമുക്കത് പ്രയോജനപ്പെടുകയില്ല. അപ്പോൾ ദൈവം ഓരോരുത്തർക്ക് നൽകിയിരിക്കുന്ന ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണമാണ് ഇത് വിനിയോഗിക്കേണ്ടത്. അങ്ങനെ വിനിയോഗിക്കുമ്പോഴാണ് ഏത് കൽപാത്രങ്ങളിൽ ഇരിക്കുന്ന വെള്ളവും മധുരമുള്ളതായി തീരുന്നത്. ഇത് കൽപാത്രമാ. ദൈവത്തോട് പറയണം, ദൈവമേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കൽപാത്രമാ. എപ്പോഴും പറയണം. നമ്മൾ എവിടെ ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഔദ്യോഗിക പദവി എന്തോ ആയിക്കോട്ടെ, പക്ഷെ എപ്പോഴും നമുക്ക് ഒരു ബോധം നമ്മളെ കുറിച്ച് ഉണ്ടാകേണ്ട, ദൈവമേ ഒരു യോഗ്യതയില്ലാത്ത കൽപാത്രമാണ്. പുറംപറമ്പിൽ വെയിലും മഴയുമേറ്റ് കിടക്കേണ്ടുന്ന കൽപാത്രമാണ്. അവിടുന്ന് വന്നതുകൊണ്ട് എനിക്കൊരു മാന്യത കിട്ടി. ഇതിനകത്ത് പകർന്ന വെള്ളം അത് വിരുന്നുവാഴിയുടെ കയ്യിലെത്തിയപ്പോൾ അത് വെള്ളമായി തന്നെയാണ് ഇരുന്നത്. പക്ഷെ അവൻ നുകർന്നപ്പോൾ, അത് രുചിച്ചപ്പോൾ അത് മധുരമുള്ളതായി തീർന്നതുപോലെ നമ്മളെ കാണുമ്പോൾ കാണുന്ന ആളുകൾക്ക് ഒരു മാറ്റവും തോന്നില്ല. പഴയ ലീലാമ്മ, പഴയ സാറാമിയായിരിക്കാം, പഴയ ജോർജ് കുട്ടിയായിരിക്കാം, പഴയ ആളായിരിക്കാം, പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ആശ്ചര്യമുളവാക്കുന്ന, നമ്മുടെ ഇടപെടൽ ആശ്ചര്യമുളവാക്കുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിയിക്കുന്ന കർത്താവായ യേശുവിന്റെ വാക്കുകളെ കുറിച്ച് ലാവണ്യമുള്ളത് കണ്ടോ. ഞാൻ ഇന്ന് സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു ആത്മീക സംസ്കാരത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു. നമുക്ക് അതിന്റെ രക്ഷിക്കപ്പെട്ടു വരുന്ന മനുഷ്യന് അവനൊരു ആത്മീക സംസ്കാരമുണ്ട്. ആ ഒരു സംസ്കാരത്തിലേക്ക് അവൻ വരുന്നത് കണ്ടോ. യേശുക്രിസ്തുവിനോട് വന്ന് ചേർന്ന ശിഷ്യന്മാരിൽ നല്ലൊരു ഭാഗം അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു, മുക്കുവന്മാരായിരുന്നു, മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു. 1-2 പേര് മാത്രമേ അല്ലാത്തവരുള്ളൂ. ഈ മത്തായിയും അങ്ങനെ തുടങ്ങിയ കുറച്ചു പേര് മാത്രമേ അല്ലാത്തവരുള്ളൂ. ബാക്കിയെല്ലാം തീരദേശവുമായി ബന്ധപ്പെട്ട സാധാരണ ആണ്. ആളുകൾ തന്നെ പറഞ്ഞത് ഇവർ സാമാന്യ ജനമെന്ന. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ അത് വായിക്കുന്നു. പത്രോസ് യോഹന്നാന്റെ ധൈര്യം കാണുകയാൽ കണ്ടോ, അവർക്ക് ആശ്ചര്യമുണ്ടായി. വണ്ടടിച്ചു പോയി അവര്.
എങ്ങനെ ഇവർക്ക് ഈ മാറ്റം ഉണ്ടായത്? കണ്ടോ, നമ്മളെ കാണുമ്പോൾ മാറ്റം ഉണ്ടാകുന്നില്ല, നമുക്ക് ബാഹ്യമായ മാറ്റമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ മധുരമുള്ളത്, പരിശുദ്ധാത്മാവിൽ മധുരമുള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാം, നമ്മൾ മധുരമുള്ളവരാണ്. നമ്മൾ മറ്റുള്ളവരുടെ കയ്പുകളെ മാറ്റുവാൻ പ്രാപ്തിയുള്ളവരാണ്. നമ്മുടെ വേദനകൾ നമ്മൾ ഒരു കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, 1 പത്രോസ് ലേഖനം 5:7 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവിടുത്തെ മേൽ ഇട്ടുകൊള്ളണം, കർത്താവിന്റെ മേൽ നമ്മൾ ഇട്ടുകൊള്ളണം. എന്നിട്ട് നമ്മൾ എന്തായിരിക്കണം? ചിന്താകുലതകളില്ല, ചിന്തയുണ്ടാകണം, ചിന്താകുലതകളില്ലാതെ ദൈവം എല്ലാം കരുതിക്കൊള്ളും എന്ന പൂർണ്ണ വിശ്വാസ, അറിവ്, ബോധ്യ, ആശ്രയത്തിൽ ആത്മബലത്തോടെ മുന്നോട്ട് പോയി മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാണുമ്പോൾ, നമ്മുടെ പുറമെ കാണുമ്പോൾ ഇത് കൽപാത്രമാണെന്ന് തോന്നും, പക്ഷെ അതിനകത്തു നിന്ന് കോരി കൊടുക്കുന്ന ഓരോ തുള്ളിയും അവരുടെ ജീവിതത്തിനകത്ത് മാറ്റവും പരിവർത്തനവും ഉണ്ടാക്കത്തക്ക നിലകളിൽ ഉള്ളതായി നമ്മുടെ ജീവിതത്തിൽ മാറണം. അതാ നീതിമാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം ഒന്നെടുത്ത് ആരെയും ഒന്നൊന്ന് വായിച്ച് സഹായിച്ച്, അന്ന് 10-ാമത്തെ അധ്യായം അതിന്റെ 20ഉം 21ഉം വാക്യങ്ങൾ, 20ാമത്തെ വാക്യം ഒന്ന് വായിച്ച. ആദ്യം 20ാമത്തെ വാക്യം. കണ്ടോ, നീതിമാന്റെ നാവ് എങ്ങനെയുള്ളതാ? മേൽത്തരം. എങ്ങനെയാ മേൽത്തരമാകുന്ന ഒരു വെള്ളി? അതിന്റെ കീടം നീക്കിയിട്ട് അതിനെ ഒലയിലൂടെ കയറ്റി വിട്ട് അതിനെ പഴുപ്പിച്ച് അതിനെ ശുദ്ധിയാക്കി എടുക്കുന്ന, കണ്ടോ, നീതിമാന്റെ നാവ്. ഏത് നീതി? നമ്മുടെ സ്വയനീതിയല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു, പ്രാർത്ഥിച്ചു, കൊടുത്തു, ഇതൊന്നുമല്ല, നത്തിങ്. ഇതെല്ലാം ചെയ്തിട്ടും ദൈവമേ ഞാൻ പ്രയോജനമില്ലാത്ത മനുഷ്യനാ, അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും എടുത്ത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന മനോഭാവം എന്തുവാ? ദൈവം എനിക്ക് തന്നതാ. ദശാംശം കൊടുക്കുമ്പോൾ, കാണിക്ക കൊടുക്കുമ്പോൾ, എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടല്ല നമുക്കിത് കിട്ടുന്നേ, ദൈവം തന്നത് കൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. എത്ര പേർക്കറിയാം? കൊടുക്കുന്നത് കൊണ്ടല്ല ദൈവം തരുന്നത്, ദൈവം തന്നതാ നമ്മൾ കൊടുക്കുന്നത്, അല്ല നമുക്കൊന്നും പറയാനില്ല. എന്തു മനോഹരമാണെന്നറിയാമോ ആ വേർഡ്? നിങ്ങൾ കണ്ടോ? അപ്പൊ അവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുന്നില്ല. അതിന്റെ 21ാമത്തെ വാക്യം കൂടെ വായിച്ച്, 21 കൂടെ, 21 കൂടെ. മതി. താങ്ക് യു സിസ്റ്റർ. കണ്ടോ, നീതിമാന്റെ അധരം എന്ത് ചെയ്യുന്നു? ബോഷിപ്പിക്കുകയാണ്. കണ്ടോ, ഞാൻ ഈ പറഞ്ഞതുപോലെ കൽപാത്രമാണ്. ഈ കൽപാത്രത്തിനകത്ത് വീഞ്ഞ് നിറഞ്ഞു, വെള്ളം നിറഞ്ഞു. വീഞ്ഞല്ല, വെള്ളം, നോർമൽ വാട്ടർ. അതിനെ എടുത്ത് മറ്റുള്ളവർക്ക് പാനം ചെയ്ത് വിരുന്ന് വാഴി ഇതിനെ രുചിച്ചപ്പോ എന്തൊരു മാറ്റം! നമ്മുടെ വായിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന വാക്കുകൾ മലരെയും പോഷിപ്പിക്കുന്നു. കണ്ടോ, സമൃദ്ധിയാക്കുന്നു. അവനെ അങ്ങ് ഭയങ്കര സമൃദ്ധിയാക്കുകയാണ്. പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു വേദിയിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാൻ വേണ്ടി സമയം. ഒരാളോട് പാസ്റ്റർ നേരത്തെ പറഞ്ഞു, വ്യക്തിഗത സുവിശേഷീകരണത്തിന്റെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ചെന്ന് യേശുവിനെ പറയണം, വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. വെറുതെ ചെന്ന് നിന്ന് അയാൾക്ക് ആശ്വാസത്തിനായി ഒന്നുകൂടെ നിന്നൊരു വാക്ക് പറയുമ്പോൾ അയാളുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി തീർക്കാൻ നമുക്ക് കഴിയും. ഞാൻ ഇന്നലെ ഒരു സഹോദരന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂർ സ്പെൻഡ് ചെയ്തു, കൂടെ ഇരുന്നു. വളരെ തകർന്നിരുന്നു. ആ സംഭാഷണം കഴിഞ്ഞു ഞാൻ 15 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ 1.5 മണിക്കൂർ ഞാൻ എടുത്തു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇത്രയും സമയം ഞാൻ കൂടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാരമൊക്കെ ഇറങ്ങിപ്പോയതുപോലെ തോന്നുന്നു. ദൈവമക്കളെ, നമ്മുടെ മേൽ അത് പകർന്നിട്ടുണ്ട്. എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? മധുരമുള്ളത് ഒന്ന് അപ്പച്ചൻ എൻ്റെ അകത്ത് പകർന്നിട്ടുണ്ട്, മധുരമുള്ളത് എൻ്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. ഞാൻ പോയാൽ മറ്റുള്ളവരുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി തീർക്കുവാൻ കഴിയുന്ന ഒന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അത് പ്രയോജനപ്പെടുത്തും. അതിനായി ആ പരിപാലനം എൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നു. ഞാൻ അറിയാതെ പോയല്ലോ. ചിലരുടെ വാക്കുകൾ ചിലരെ വേദനിപ്പിക്കുന്നതും മുറിപ്പെടുത്തുന്നതും, ഒരു കൈ കൊണ്ട് ഒരു മനുഷ്യനെ തല്ലിയാൽ ആ വേദന ഒരു പക്ഷേ ചില നാളുകൾ കഴിയുമ്പോൾ മാഞ്ഞു പോകും. എന്നാൽ ഒരു മനുഷ്യന്റെ നേരെ പറയുന്ന ഒരു വാക്കുകൾ ഹൃദയത്തെ ഏൽപ്പിക്കുന്ന മുറിവുകൾ കാലങ്ങൾ എത്ര പഴകിയിരുന്നാലും അത് മാഞ്ഞു പോകുകയില്ല. ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരാതെ അയാളെ പണിയുന്ന, അയാളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു നല്ല പരിപാലകയായി, നല്ല പരിപാലകനെ, ഒരു ഭർത്താവിന് നല്ലൊരു ഭാര്യയായി, ആ വാക്കുകളെല്ലാം നല്ലൊരു പരിപാലനമായി, ഭാര്യയ്ക്കും അതുപോലെ, സമൂഹത്തിന് അതുപോലെ, നമ്മുടെ ഓഫീസിലാകട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, നമ്മളൊരു വ്യത്യസ്ത വ്യക്തിയായിരിക്കണം.
കണ്ടോ, നമ്മുടെ ഓഫീസിൽ നമുക്ക് ഏത് സ്ഥാനം ആയിക്കോട്ടെ, നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയണം എല്ലാവരെയും പോലെ അല്ല അവരിൽ ഞാനൊരു വ്യത്യാസം കാണുന്നുണ്ട്. നിങ്ങൾ കാരാഗ്രഹത്തിലായിക്കോട്ടെ, ജോസഫിനോട് കൂടെ ഇറങ്ങി വന്ന കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കും. എന്റെ കർത്താവിന് കാരാഗ്രഹം വിഷയമല്ല കേട്ടോ. ഒന്നും ഭാരപ്പെട്ടു പോകരുത് ആരും ഒരു കാര്യത്തിനും. അവിടെ പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചില ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനുണ്ട്. ഒരു സ്ഥലത്തും അയക്കുന്നത് വെറുതെ അയക്കത്തില്ല. എന്തോ ആയിക്കോട്ടെ, കർത്താവെ അങ്ങന്റെ കരം പിടിച്ചിരിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, എവിടെ ആയിക്കോട്ടെ അങ്ങന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ഞാൻ പറയും സ്വർഗമാ, അത് സ്വർഗമാ. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ ആ നിലവാരങ്ങളിൽ നമ്മൾ മാറ്റിയെടുക്കണം.